അപ്പോൾ അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളെക്കുറിച്ച് പൊതുവിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നടത്താനുള്ള ഒരു നിരീക്ഷണം, എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ഇപ്പം കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത് 5 വർഷം മുമ്പ് നടന്ന എക്സിറ്റ് പോളുകളാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കില്ല, തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോളുകളിൽ ന്യൂനപക്ഷം വന്നിരുന്നു. പക്ഷേ ഭൂരിപക്ഷം LDF അനുകൂലമായ അന്തരീക്ഷമാണെന്നായിരുന്നു 5 വർഷം മുമ്പ് വന്നത്. പക്ഷേ അവരൊക്കെ 80-85 എന്നുള്ള റേഞ്ചിലാണ് LDFിൻ്റെ വിജയസാധ്യത, LDFന് 140 കിട്ടാൻ പോകുന്ന സീറ്റുകൾ എന്ന തലത്തിൽ പറഞ്ഞത്. 80 തൊട്ട് 85 വരെയാണ് പൊതുവിലും. അവസാനം വന്നതോ 99ആണ്. അപ്പോൾ 85 മാർക്കായിട്ടെടുത്താൽ പോലും 14 സീറ്റ് കൂടുതൽ പ്രവചിച്ചതിനേക്കാൾ LDFന് കിട്ടി. ഇത്തവണ മിക്കവാറും കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളിലെല്ലാം 9-ൻ്റെയും 8-ൻ്റെയും 5-ൻ്റെയും 4-ൻ്റെയും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFിൻ്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.